കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്കുള്ള വോട്ടിംഗ് പൂർത്തിയായി. ഗവർണർ ഒഴികെ 96 പേർ വോട്ട് ചെയ്തു. കോടതി വിധി വരുന്നതുവരെ വോട്ട് എണ്ണേണ്ടതില്ല എന്ന തീരുമാനത്തിൽ VC. വോട്ട് എണ്ണണം എന്ന ധാർഷ്ട്യത്തിൽ ഇടതുപക്ഷ അനുകൂലികൾ. സ്ഥലത്ത് സംഘർഷം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, എന്താണ് നിലവിലെ ഒരു അവസ്ഥ? കോടതി വിധി വരുന്നതുവരെ വോട്ട് എണ്ണേണ്ടതില്ല എന്നുള്ള VCയുടെ നിലപാട്, അതിനെതിരെ ഏത് തരത്തിലുള്ള നിലപാടാണ് ഇടതുപക്ഷ അനുകൂല സംഘടനകൾ സ്വീകരിക്കുന്നത്? KP 1 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കോടതി വിധി എത്തുന്നവരെ അല്ലെങ്കിൽ കോടതിയുടെ നിലപാട് അറിയുന്നതുവരെ എണ്ണേണ്ട എന്ന നിലപാടിലാണ് കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ. അതോടൊപ്പം തന്നെ ഇന്ന് 8 മണിക്കാണ് ഇത്തരത്തിൽ കേരള സെനറ്റിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ 12 മണിയോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയായി. ഗവർണർ ഉൾപ്പെടെ 97 പേരാണ് വോട്ട് ചെയ്യേണ്ടത്. 96 പേര് വോട്ട് ചെയ്തിരുന്നു. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് ഈ തർക്കം ഇപ്പോൾ സെനറ്റിനകത്ത് നടക്കുന്നത്. സെനറ്റ് ഹാളിൽ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പുറത്ത് സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. അവരും ഇത്തരത്തിൽ VCയെ തടയാനായിട്ട് ഇത്തരത്തിൽ ആസ്ഥാനത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലയ്ക്ക് പുറത്ത് ഒരു SFI പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ അകത്തേക്ക് കയറ്റേണ്ട എന്ന നിലപാടിലായിരുന്നു പോലീസ്. പക്ഷേ പോലീസിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട്, പോലീസിനോട് തർക്കിച്ച്, പോലീസിനോട് അടിവെച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകരെ അകത്തുണ്ടായിരുന്ന SFI പ്രവർത്തകർ അകത്തേക്ക് കയറ്റി. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 1 മണിയോടുകൂടി ഈ വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രധാനമായും 3 കേസുകളാണ് ഒരു പക്ഷേ ഈ സെനറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കേരള ഗവർണർ നോമിനേറ്റ് ചെയ്യപ്പെട്ട 5 സെനറ്റ് അംഗങ്ങൾ, അവർക്ക് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഗവർണർക്ക് ഇത്തരത്തിൽ 5 സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി ഇടത് അനുകൂലികൾ കൊടുത്ത കേസ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് 10ഓളം സെനറ്റ് അംഗങ്ങൾ 1 വർഷം പൂർത്തിയായവരാണ്. വിദ്യാർത്ഥി പ്രതിനിധികളിൽ നിന്നുള്ളവർ 1 വർഷം പൂർത്തിയായവരാണ്. അതിൽ 9 പേര് SFI, ഒരു പ്രതിനിധി KSUമാണ്. അപ്പോൾ ഈ 10 പേർക്ക് ഇനി വോട്ട് ചെയ്യാൻ പാടില്ല. അവർ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാൻ പാടില്ല. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 അംഗങ്ങൾ അല്ലെങ്കിൽ 5 സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ്. അതോടൊപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് വോട്ടിടാൻ പാടില്ല. ഇവര് ഇത്തരത്തിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷമാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇടത് അനുകൂലികൾ കൊടുത്ത കേസ്. അങ്ങനെ പ്രധാനമായും 3 കേസ്. ഈ 3 കേസിലെ വിധി വന്നതിന് ശേഷം മാത്രം മതി വോട്ട് എണ്ണൽ എന്ന തീരുമാനത്തിലേക്കാണ് ഡോക്ടർ മോഹനൻ കുന്നുമേൽ അല്ലെങ്കിൽ VCയുടെ തീരുമാനം. അപ്പോൾ ഈ 3 കേസുകളുടെ വിധി വന്നതിന് ശേഷം മാത്രം ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എണ്ണുന്നതിലേക്ക് പോയാൽ മതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് VCക്ക് ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ടുള്ള വിവേചനാധികാരമുണ്ട്. വോട്ടെണ്ണൽ നടത്തുന്നതിനും വോട്ടെണ്ണൽ നടത്താതിരിക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള വിവേചനാധികാരം കൊടുക്കുന്നുണ്ട്. VCയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തർക്കം വന്നപ്പോൾ VC അത് അവിടെ പ്രയോഗിച്ചത്. ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടെണ്ണൽ നടത്തി കഴിഞ്ഞാൽ അത് മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ നിയമവശങ്ങൾ അനുസരിച്ചുകൊണ്ട് കോടതി അനുശാസിക്കുന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ സ്വഭാവവുമായി മുന്നോട്ട് പോകാമെന്നാണ് VCയുടെ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തെയൊക്കെ എതിർത്തുകൊണ്ട് VCയുടെ അധികാരങ്ങളെ ലംഘിച്ചുകൊണ്ട്, VCയുടെ അധികാരങ്ങളെ തടഞ്ഞുകൊണ്ട്, VCയെ യാതൊരു വിധത്തിലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കാതെ ഇടത് സെനറ്റ് വിശദാംശങ്ങൾ നൽകിയത്.